അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 6:30 മണി ആയിട്ടുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം അധികം തിരക്കൊന്നും കാണാൻ വഴിയില്ല. കാരണം എല്ലാവരും രാവിലെയാണ് ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നത്. കൂടുതലും ശനിയാഴ്ച രാവിലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് വഷിക്കുട്ടിയുടെ വക കുറേ ലിസ്റ്റുകളാണ് അവിടെ പറയുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിൽ വിത്ത് ഗ്ലാസ് സ്ട്രോ ആണ്. ഇങ്ങനെ കോഫി കുടിക്കണം പോലും, കോൾഡ് കോഫി കുടിക്കും. ഞാനത് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കപ്പിൽ ഒഴിച്ച് കുടിച്ചാൽ പറ്റൂലേ എന്ന് പറഞ്ഞിട്ട്. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇപ്രാവശ്യം ഇനിയിപ്പം ഒരാഴ്ചയ്ക്കുള്ളിൽ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പം ഫുൾ ആ ഒരു തീമിലെ ഡ്രസ്സും പിന്നെ എവിടെ നോക്കിയാലും അതിൻ്റെ ഗിഫ്റ്റും കാർഡ്സും ഒക്കെയാണ്. ഇവിടെ കാർഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം ബർത്ത്ഡേ വന്നാലും അതുപോലെ ആനിവേഴ്സറി വന്നാലും എല്ലാവരും കാർഡ് കൊടുക്കും. അത് ഇവിടെ ഉള്ളവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കാർഡും ഗിഫ്റ്റും ഒക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പൂ എനിക്ക് എടുത്ത് തന്നു. ഞാൻ വിചാരിച്ചു സ്നേഹത്തോടെ എനിക്ക് മേടിച്ച് തരുമായിരിക്കും ഞാൻ പറയാതെ തന്നെയെന്ന്. പിന്നാണ് എനിക്ക് മനസ്സിലായത് വീഡിയോയ്ക്ക് വേണ്ടിയാണെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പൂ എടുത്ത് തന്നതാണ്. അതിനുശേഷം എന്നോട് പറഞ്ഞു അത് അത്ര കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ മേടിച്ച് വെച്ചു. ഏട്ടൻ്റെ അഭിപ്രായത്തിൽ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്കങ്ങനെ ഓരോന്നും ആഘോഷിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ നിർബന്ധിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ ഈ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? വഷിക്കുട്ടി പറഞ്ഞില്ലേ ഗ്ലാസ് ബോട്ടിൽ വിത്ത് ഗ്ലാസ് സ്ട്രോ, അതാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ശരി, അവൾ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ സൂക്ഷം പോലെ ഇവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ല, ഗ്ലാസ് ബോട്ടിലുണ്ടായിരുന്നു, പക്ഷേ പ്ലാസ്റ്റിക് സ്ട്രോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിയില്ല. ഇതുപോലെ സ്കാൻ ചെയ്ത് നമ്മൾ ഓരോ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ വില അറിയുകയും ചെയ്യാം. പിന്നെ നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ പോകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ജോലി കഴിഞ്ഞ് ഒരുപാട് നേരം ക്യൂവിലൊന്നും നിൽക്കേണ്ട. അപ്പോൾ വീട്ടിലേക്കൊരു ഡീഹ്യൂമിഡിഫയർ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. വഷിക്കുട്ടിയുടെ വിമാൻ്റെ റൂമിലേക്ക് വെക്കാൻ വേണ്ടി. അത് വാങ്ങാൻ ഇറങ്ങിയൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പിംഗ് ആണ്. എപ്പോഴും തന്നെ ഫ്രൂട്ട് സെക്ഷനിൽ പോകും, പിന്നെ വെജിറ്റബിൾ സെക്ഷനിൽ പോകും. നമുക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ആ ഒരു ഓർഡറിൽ പോയെങ്കിൽ ഒന്നും മിസ്സാവാതെ നമ്മൾ എടുക്കും. എല്ലാ വീക്കും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിൽ വന്നതാണ് കേട്ടോ. ചില സമയത്ത് ഈ യെല്ലോ ടൂണ നല്ല ഓഫറിൽ കിടക്കും. ഇപ്രാവശ്യം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നെ ഇതെല്ലാം ഫുൾ ബേക്കറിയുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ നിന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് മുട്ട വളരെ കുറവാണ് വരുന്നത്. നേരത്തെയൊക്കെ ഫ്രീ റേഞ്ച് മുട്ടയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത് 1-2 ബോക്സ് എടുത്തു. പിന്നെ വാങ്ങുന്നത് ഈ ടൂണയാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രോസൺ ഇങ്ങനെ വാങ്ങി വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴൊക്കെ മീൻകറി വെക്കണമെന്ന് തോന്നുന്നാൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഒരു ടൂണ. അങ്ങനെ ബില്ലിംഗ് കൗണ്ടറിൽ വന്നു. വേഗം തന്നെ നമ്മുടെ ബില്ല് അടിച്ചു. കാരണം നമ്മൾ സ്കാൻ ചെയ്തത് കൊണ്ട് പെട്ടെന്നാണ് ബില്ലിംഗ് കഴിഞ്ഞത് കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് എന്തോ എന്നെ കളിയാക്കിക്കൊണ്ട് വരികയാണ് ഏട്ടൻ. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഏകദേശം എല്ലാ ഷോപ്പും ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ആവും കേട്ടോ. പിന്നെ ആഫ്റ്റർ മാത്രമേ കാണത്തുള്ളൂ 10 മണി വരെ. അപ്പോൾ എല്ലാ ഷോപ്പിലും ഇപ്പോൾ വാലന്റൈൻസ് ഡേയുടെ ഡെക്കറേഷനാണ് കേട്ടോ. ഫുള്ള് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഇവിടെ ആളും ഇല്ല, തിരക്കും ഇല്ല, ഒന്നുമില്ല. 1-2 കാർ മാത്രം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ വേഗം തന്നെ എല്ലാത്തിനും പറക്കി എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെക്കണം. നാളെ സ്കൂളുണ്ടല്ലോ. അപ്പം നാളത്തേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ പല സാധനങ്ങളും ചീത്തയായി പോകും. അതുകൊണ്ട് കൈയോട് തന്നെ എല്ലാം അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ ഫുള്ള് ഞാൻ ക്ലീനൊക്കെ ചെയ്തതുകൊണ്ട്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതുകൊണ്ട് എളുപ്പമായി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ക്ലീനും കൂടെ ചെയ്ത് വരുമ്പോഴത്തേന് സമയം ഒത്തിരി ആകുമായിരുന്നു. അങ്ങനെ വേഗം തന്നെ എല്ലാത്തിനെയും റെഡിയാക്കി. പിന്നെ ഇന്നൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടിക്ക് ആ ഒരു സ്ട്രോ ബോട്ടിൽ തേടിപ്പോയപ്പോഴാണ് ഈ ഒരു ബോട്ടിൽ കിട്ടിയത്. അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അവിടെ ബോട്ടിൽ അങ്ങ് ചീത്തയായിപ്പോയി. അങ്ങനെ വേഗം തന്നെ പറക്കി വെക്കാനുള്ളതെല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ പിന്നെ ഏട്ടനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കണം. ഞാൻ ഏട്ടനെയും കൂടെ വിളിച്ച് വേഗം വന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പം തന്നെ രാത്രിയിലത്തെ ഭക്ഷണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ അതിൻ്റെ സ്ഥാനത്ത് എല്ലാം എടുത്തെടുത്ത് വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിലുള്ളതും വെളിയിലുള്ളതും എല്ലാം എടുത്ത് വെച്ചതിന് ഇനിയിപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം. കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു തക്കാളി ചട്നിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ അതിനെ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് മിക്സിയിലൊന്ന് അരച്ച് കഴിയുമ്പോൾ തക്കാളി ചട്നി റെഡിയാകും. തക്കാളി ചട്നി എന്ന് പറയാൻ പറ്റില്ല, ക്യാപ്സിക്കം കൂടെ ഇടുമ്പോൾ ക്യാപ്സിക്കം തക്കാളി ചട്നി. ശരിക്കും പറഞ്ഞാൽ പാചകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐറ്റംസ് അങ്ങോട്ട് ഉണ്ടാക്കുക. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇന്നത്തെ ആദ്യം തക്കാളി ഉള്ളി മാത്രം ഇടാമെന്ന് വെച്ച് വെറുതെ ഒരു ക്യാപ്സിക്കം ഇരിക്കുന്നത് കണ്ട്. എന്നാൽ പിന്നെ വേഗം ക്യാപ്സിക്കം കൂടെ ഇട്ടു.
അങ്ങനെ അതൊക്കെ ഇട്ട് ദോശയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ കിച്ചണും ക്ലോസ് ചെയ്ത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ വാങ്ങിച്ച ഡീഹ്യൂമിഡിഫയർ നമ്മൾ അൺബോക്സിങ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ വേഗം ഏട്ടൻ അതിനെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇവരുടെ റൂമിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. വശക്കുട്ടിയുടെയും വിവാൻ്റെ തീരെ ചെറുതാണ് കേട്ടോ. അപ്പം എത്രമാത്രം ഇത് എഫക്റ്റീവ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങളുടെ റൂമിലിരിക്കുന്ന അത്യാവശ്യം വല്ല പിന്നെ അതിൽ പിന്നെ നമുക്ക് ലോണ്ട്രി ഓപ്ഷനും ഉണ്ട് കേട്ടോ. തുണി വിരിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ലോണ്ട്രി ഓപ്ഷനിലിട്ടാൽ കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇത് പക്ഷേ ചെറിയ റൂമിന് മതി എന്നാണ് അവർ എഴുതിയേക്കുന്നത്. പിന്നെ എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും 1-2 ദിവസം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിട്ടേൺ ചെയ്യാം. എന്തായാലും പക്ഷേ ഈ ഒരു വിൻ്ററിന് ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ റൂമിലും ഈ ഈർപ്പം കാരണം മോൾഡും പിടിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ മുറിക്കകത്താണല്ലോ ഈ തുണിയും വിരിച്ചിടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡീഹ്യൂമിഡിഫയർ ഉള്ളത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓണൊക്കെ ചെയ്ത് കേട്ടോ, ഉൾക്കാടിച്ചിട്ടുണ്ട്. ഇനി എത്രമാത്രം വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് വേണം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. നിങ്ങളുടെ റൂമിലേക്കുള്ളത് ഓൺ ചെയ്. ചെറിയൊരു സൗണ്ട് കേൾക്കും. അത്രയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇതുപോലെ ഭക്തി ഗാനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ദിവസം അങ്ങോട്ട് കുറച്ച് എനർജി ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഒരു പോസിറ്റീവ് വൈബിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ്. അതേപോലെ അശ്വിക്കുട്ടി തന്നെ ആദ്യം വന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ ഏട്ടനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകാനുള്ള റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഇന്ന് എഗ് സാൻഡ്വിച്ച് ആയിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാൻഡ്വിച്ച് കൊടുത്ത് വിടാറുണ്ട്. നേരത്തെ കുറേ കാലമായിട്ട് ഞാൻ സാൻഡ്വിച്ച് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. എല്ലാം റോളായിരുന്നു കൂടുതലും കൊടുക്കുന്നത്. പിന്നെ അവർക്കും എന്നും റോളൊക്കെ കഴിക്കുമ്പോൾ മടിയാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റോട് കഴിക്കും. അങ്ങനെ ഏട്ടന് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇത് ലഞ്ചിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മസ്മലനാണ് കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വശിക്കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേഗം അവൾക്കുള്ളത് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ട് അച്ഛനും മോളും കൂടെ ഒന്നിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ പശുക്കുട്ടി സ്കൂളിൻ്റെ അവിടോട്ട് ഡ്രോപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ട്രെയിനിലാണ് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ വിവാൻകുട്ടി രാവിലെ വിളക്കൊക്കെ കത്തിച്ച് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവനും കഴിച്ചു. അങ്ങനെ ഏകദേശം എല്ലാവരും ഒരു 10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എല്ലാവരും സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴാണ് കുറേ ദിവസം കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു കിച്ചൺ കബോർഡ് ഒന്ന് വൃത്തിയാക്കണമെന്ന്. ഓരോ ദിവസം ഞാൻ വിചാരിക്കുന്നുണ്ട് ഓരോരോ പോർഷനായിട്ട് വൃത്തിയാക്കണമെന്ന്. പക്ഷെ മടി എവിടേക്കോ എന്നെ പുറമോട്ട് വലിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞൊരു കബോർഡ് മാത്രം ഒന്ന് വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. ഇവിടെ ചെറിയ ഇതുപോലത്തെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഡിഷ് വാഷറിൽ ഞാൻ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ എടുത്ത് തിരിച്ച് അതാത് സ്ഥലത്ത് വെച്ചു. വീണ്ടും കഴുകാനുള്ളതൊക്കെ റീലോഡ് ചെയ്തു. എന്തൊക്കെ കഴുകാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൈ കൊണ്ട് കഴുകാനുള്ളതും കാണും കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ വുഡൻ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഞാൻ ഡിഷ് വാഷറിൽ ഇടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വെക്കണം. അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അങ്ങനെ ഹാളും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് വിരിച്ച് എല്ലാം കഴിഞ്ഞെങ്കിൽ ഇനി സ്വസ്ഥമായിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാ പണിയും കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്വസ്ഥത കിട്ടും. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി. ഉച്ചക്കത്തേക്ക് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ എനിക്കും കഴിക്കാൻ തോന്നാറുള്ളൂ. അപ്പം ഞാൻ വെച്ച് ഞാനും ഒന്ന് ബ്രെഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഏതോ ഒരു സിനിമ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഏകദേശം പണിയൊക്കെ ഞാൻ രാവിലെ തന്നെ എല്ലാം തീർത്ത് ഇനിയിപ്പോൾ രാത്രിയിലത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.